ആർട്ടിസ്റ്റുകളെ സ്വാഗതം. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ പാർട്ടുകളിലായിട്ട് നമ്മൾ കളറിങ്ങും ഷെയ്ഡിങ്ങും ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹൈലൈറ്റ്സ് എങ്ങനെ അടിപൊളിയായിട്ട് കൊടുക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്. നമ്മൾ നമ്മുടെ ബേസിക് കളറിങ്ങും അടിപൊളിയായിട്ട് അതേപോലെ തന്നെ ഷെയ്ഡിങ്ങും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹൈലൈറ്റ്സ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സ്കെച്ച് എടുത്തപ്പോൾ തന്നെ കുറച്ച് മാർക്കുകൾ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നെറ്റിയുടെ ഭാഗങ്ങളിലും അതുപോലെ തന്നെ മൂക്കിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെയാണ് നമ്മൾ ഹൈലൈറ്റ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുഖത്തേക്കൊക്കെ വെട്ടമടിച്ച് ഒരു ബ്രൈറ്റായിട്ട് വരുന്ന ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാർക്കായിട്ട് വരുന്ന പാർട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈലൈറ്റ്സ് കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ നമ്മുടെ ഹെയറൊക്കെ ചെയ്ത ലെയറിൻ്റെ മേലെയായിട്ട് പുതിയൊരു ലെയർ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഹൈലൈറ്റ്സ് കൊടുക്കുന്ന ലെയർ ഏറ്റവും ടോപ്പിലായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് മേലെയായിട്ട് ഞാനൊരു ലെയർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ നമ്മൾ കുറച്ച് കളർ പാലറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈലൈറ്റ്സ് കൊടുക്കുന്ന ആ ഒരു കളറ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ ഹോൾഡ് ചെയ്ത് പിടിച്ച് ആ കളർ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആ കളർ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈലൈറ്റ്സ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന ബ്രഷ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രഷ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ ഞാനിവിടെ എയർ ബ്രഷ് നോർമലാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ എയർ ബ്രഷ് വെച്ച് സൈസ് അത്യാവശ്യം ഇൻക്രീസ് ചെയ്ത് നമ്മൾ ആ ഭാഗങ്ങളിൽ വളരെ സോഫ്റ്റായിട്ട് വളരെ ലൈറ്റായിട്ട് നമ്മൾ ഹൈലൈറ്റ്സ് അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഞാൻ സൈസ് അത്യാവശ്യം നല്ലോണം ഇൻക്രീസ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ആ സ്കെച്ച് എടുത്ത ലെയറിന് ഞാൻ ഒബാസിറ്റി ഒന്ന് കുറയ്ക്കുകയാണ്. വീണ്ടും നമ്മൾ ഹൈലൈറ്റ്സിൻ്റെ ലെയറിലേക്ക് വന്നിട്ട് ആ മാർക്ക് ചെയ്ത് വെച്ച ഭാഗങ്ങളിൽ വളരെ നൈസായിട്ട് ഒന്ന് ആ കളർ നമ്മളൊന്ന് അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ചെറിയൊരു ഗ്ലോസി എഫക്റ്റൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ ആ നെറ്റീൻ്റെ ഭാഗങ്ങളിലും ആ മൂക്കിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഞാനിങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡാക്കുന്നു. അപ്പോൾ ആ മൂക്കിൻ്റെ ഭാഗങ്ങളിലും കവിളിൻ്റെ ഭാഗങ്ങളിലും ഒക്കെ ഞാൻ ഈ രീതിയിൽ ലൈറ്റായിട്ട് ആ കളർ അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ അടിച്ചു കൊടുക്കുമ്പോൾ അത്യാവശ്യം ഇങ്ങനെ സ്പ്രെഡായിട്ട് അടിച്ചു കൊടുക്കാൻ നോക്കുക. വളരെ സോഫ്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. അത് നമ്മുടെ ആ സ്കിന്നുമായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ എയർ ബ്രഷ് വെച്ച് നമ്മൾ ഹൈലൈറ്റ്സ് കൊടുക്കുമ്പോൾ നമുക്ക് സ്മഡ്ജ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ട് ഈസി ആയിട്ട് പരിപാടി കഴിയും. അപ്പോൾ ആ ചെവിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ ഹൈലൈറ്റ്സ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റെഫറൻസ് പിക്ചറിൽ നോക്കി ഏതൊക്കെ ഭാഗങ്ങളിലാണോ ഇങ്ങനെ ഹൈലൈറ്റ്സ് വരുന്നത് ആ ഭാഗങ്ങളിലൊക്കെ അടിപൊളിയായിട്ട് ഈ രീതിയിൽ കൊടുക്കുക. പിന്നെ ആ കണ്ണിൻ്റെ മേലെ ഭാഗങ്ങളിലും കണ്ണിൻ്റെ അടിഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഈ രീതിയിൽ അവിടെ കുറച്ച് നമ്മൾ സൈസൊക്കെ കുറച്ച് അവിടെയൊക്കെ കൊടുക്കുന്നു. അതുപോലെ തന്നെ ചുണ്ടിൻ്റെ അടിയിലും ചുണ്ടിൻ്റെ മേലെ അവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഈ രീതിയിൽ ഹൈലൈറ്റ്സ് കൊടുക്കുന്നു. ചുണ്ടിലൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വളരെ ലൈറ്റായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ ഹൈലൈറ്റ്സ് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സ്കിന്നിൻ്റെ. അപ്പോൾ ഞാനതൊന്ന് ഹൈഡും അൺഹൈഡും ചെയ്തൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇങ്ങനെയായിരുന്നു ഇരുന്നത്. അപ്പോൾ ഹൈലൈറ്റ്സ് കൊടുത്തപ്പോൾ നമുക്കൊരു ഗ്ലോസി എഫക്റ്റ്, ഒരു തിളക്കം പോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ ഹൈലൈറ്റ്സ് അടിപൊളിയായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെയറിനൊക്കെ നമുക്ക് ഹൈലൈറ്റ്സ് കൊടുക്കണം. അപ്പോൾ ഹൈലൈറ്റ്സ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഹെയറിൻ്റെ അറ്റമൊക്കെ നമ്മൾ അത്ര വൃത്തിയായിട്ട് വരച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഹെയറിൻ്റെ അറ്റവും എല്ലാം ഒന്ന് ഓരോരോ സിംഗിൾ ഹെയറായിട്ട് അങ്ങനെ ആ ഹെയറിൻ്റെ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ആ രീതിയിൽ നമ്മൾ സ്കെച്ച് എടുത്ത് വെച്ച രീതിയിൽ അടിപൊളിയായിട്ട് ഒന്ന് വരച്ചെടുക്കണം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് താടിയും മീശയും പിരുകും അവിടെയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് അങ്ങനെ വരയ്ക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഹെയർ വരച്ച ആ ലെയർ തന്നെ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മളവിടെ ആൽഫ ലോക്ക് ഓൺ ആയിരുന്നു, അത് നമ്മൾ ഓഫാക്കണം. ഓഫാക്കിയാൽ മാത്രമേ നമുക്ക് ഹെയറിൻ്റെ പുറത്തേക്കൊക്കെ ഈ രീതിയിൽ നമ്മുടെ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആൽഫ ലോക്ക് ഓഫാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഹെയർ വരയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന ബ്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഷ് കുറേ അടിയിലായിട്ട് നമുക്ക് പെൻസിൽ ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന ഒരു ബ്രഷ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പെൻസിൽ ഗ്രാഫൈറ്റ്, ആ ബ്രഷാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ബ്രഷ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ കളർ നമ്മൾ ബ്ലാക്ക് കളർ, ഹെയറിൻ്റെ ബ്ലാക്ക് കളർ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സ്റ്റെബിലൈസറിൻ്റെ ആ ഓപ്ഷനിൽ പോയിട്ട്
ഫോസ്ഫൈഡ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ നിങ്ങൾ ഓണാക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹെയറൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ഫോസ്ഫൈഡ് ഓണാക്കുക. മുമ്പത്തെ വീഡിയോയിലൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ കാണുക. അങ്ങനെ നമ്മൾ ഫോസ്ഫൈഡ് ഓണാക്കി സൈസൊക്കെ അത്യാവശ്യം കുറച്ചിട്ട് ഈ രീതിയിൽ നമ്മൾ സ്കെച്ചൊക്കെ എടുത്ത് വെച്ച രീതിയിൽ ആ ഹെയറിൻ്റെ ഡയറക്ഷനിൽ ഓരോ സിംഗിൾ ഹെയർ നമ്മൾ ഈ രീതിയിലൊന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഒറിജിനാലിറ്റി കിട്ടും. ഞാൻ വീഡിയോ ഒന്ന് സ്പീഡാക്കിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റെഫറൻസിൽ നോക്കുക. ആ രീതിയിൽ ആ ഹെയറിൻ്റെ ഭാഗങ്ങൾ മൊത്തം ആ റൂട്ടൊക്കെ നമ്മൾ ശരിക്കും ഒരു അടിപൊളിയായിട്ട് ഈ രീതിയിൽ ഓരോ സിംഗിൾ ഹെയർ ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഇപ്പോൾ ഹെയർ മൊത്തം ആ രീതിയിൽ വരയ്ക്കുന്നു. ഇപ്പോൾ നെറ്റിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഹെയർ ഈ രീതിയിൽ വരച്ചു കൊടുക്കും. നമ്മൾ നമ്മുടെ ആ പരിപാടിയും അടിപൊളിയായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹെയറും മറ്റേ ഔട്ട്ലൈനൊക്കെ സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് ചെറിയൊരു രീതിയിൽ ഷെയ്ഡ് കൊടുക്കണം. അപ്പോൾ ആ കണ്ണിൻ്റെ ഉള്ളിൽ കൊടുത്ത കളർ തന്നെ ഞാനൊന്ന് ഹോൾഡ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നൊരു കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു കളർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ കണ്ണിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഷെയ്ഡ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി എയർ ബ്രഷ് ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിന് ശേഷം സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ട് കണ്ടില്ലേ, ഈ രീതിയിൽ നൈസായിട്ട് ആ കണ്ണിൻ്റെ മേൽഭാഗത്ത് ഈ രീതിയിൽ ഡാർക്കായിട്ടുള്ള കളറൊന്ന് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ണിന് അത്യാവശ്യം നല്ലൊരു ഷെയ്ഡ് വരും. അതേപോലെ തന്നെ അപ്പുറത്തെ കണ്ണിലും ചെയ്യുന്നു. കണ്ണിൻ്റെ ആ മേൽഭാഗത്ത് അതുപോലെ തന്നെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഈ രീതിയിൽ ഡാർക്കായിട്ട് ചെറിയൊരു ഡാർക്ക്നെസ് കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ കണ്ണിനും നല്ലൊരു സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ഡാർക്ക് കൊടുത്ത പോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ളൊരു കളർ സെലക്ട് ചെയ്തിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ എയർ ബ്രഷ് വെച്ച് തന്നെ നൈസായിട്ട് നമുക്ക് ലൈറ്റായിട്ടുള്ള കളറും കൊടുക്കാം. അപ്പോൾ നിങ്ങൾ റെഫറൻസ് പിക്ചർ നോക്കുക, എവിടെയൊക്കെയാണ് ഷെയ്ഡ്സ് ഡാർക്കും ലൈറ്റൊക്കെ ഷെയ്ഡ്സ് വരുന്നത് ആ ഭാഗങ്ങളിലൊക്കെ ആ രീതിയിൽ കൊടുക്കുന്നു. ഞാൻ ലൈറ്റായിട്ടുള്ള കളർ ഒന്നുകൂടി സെലക്ട് ചെയ്യുന്നു. അതിന് ശേഷം കൃഷ്ണമണീൻ്റെ ചുറ്റുമൊക്കെ ആയിട്ട് ഈ രീതിയിൽ കൊടുക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ആ രീതിയിൽ കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ ഉൾഭാഗത്തുള്ള ഷെയ്ഡ്സും അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷ്ണമണിക്ക് ചെറിയൊരു ഹൈലൈറ്റ്സ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഹൈലൈറ്റ്സിൻ്റെ ആ ലെയർ ഞാൻ സെലക്ട് ചെയ്യുന്നു. ആ ലെയറിലാണ് നമ്മൾ കൃഷ്ണമണിക്കൊക്കെ ഹൈലൈറ്റ്സ് കൊടുക്കാൻ പോകുന്നത്. ഞാൻ സ്കിന്നിൽ നിന്ന് ഒരു സ്കിന്നിൻ്റെ അത്യാവശ്യം ഒരു ഡാർക്കായിട്ടുള്ളൊരു ബ്രൗൺ പോലത്തെ കളർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ നമ്മുടെ
സ്കെച്ച് എടുത്ത ലെയർ സെലക്ട് ചെയ്തിട്ട് അവിടെ താഴെ ഓപ്ഷൻസിൽ പോയിട്ട് ഡിവൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞെക്കുന്നു. അപ്പോൾ ആ ഓപ്ഷൻ ഞെക്കുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കെച്ചിൻ്റെ കളർ നേരെ ഇൻവേർട്ട് ആവും. അപ്പോൾ നമുക്ക് കൃഷ്ണമണീൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയാണ് ഷെയ്ഡ്സ് കൊടുക്കേണ്ടത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഞാൻ വീണ്ടും നമ്മുടെ ഹൈലൈറ്റ്സിൻ്റെ ലെയർ സെലക്ട് ചെയ്യുന്നു. ആ ലെയറിൽ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന കളറ് വളരെ ലൈറ്റായിട്ട്, നിങ്ങൾ കണ്ണിൻ്റെ കൃഷ്ണമണിക്കൊക്കെ ഹൈലൈറ്റ്സ് കൊടുക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രീതിയിൽ വളരെ ലൈറ്റായിട്ട് ആ ബ്രൗൺ കളറ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. എയർ ബ്രഷ് വെച്ച് തന്നെ അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ മേലെയായിട്ട് ഒരു ചെറിയ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അത്യാവശ്യം വൈറ്റ് പോലെ കളർ വരുന്നതാണ്. അത് ഞാൻ കണ്ണിൻ്റെ അവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യുന്നു. ആ ഒരു കളറ് ഒരു ഡോട്ട് പോലെ മേലെ ഒന്ന് വരച്ചു കൊടുക്കുന്നു. സൈഡിലൊക്കെ ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നൈസായിട്ട് അതൊന്ന് അടിച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് നമ്മൾ അടിപൊളിയായിട്ട് ഹൈലൈറ്റ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാൻ സ്കെച്ച് എടുത്ത ലെയറിലേക്ക് പോയിട്ട് ഡിവൈഡ് എന്നുള്ള ഓപ്ഷൻ മാറ്റി നോർമലിലേക്ക് ആക്കുന്നു. അപ്പോൾ നമുക്ക് പഴയ പോലെ തന്നെ നമ്മുടെ സ്കെച്ച് കിട്ടുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ണിനും അടിപൊളിയായിട്ട് ഹൈലൈറ്റ്സ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ കണ്ണിന് ഹൈലൈറ്റ്സ് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെൻസിൽ ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന ബ്രഷ് സെലക്ട് ചെയ്യുന്നു ഞാൻ. ആ ബ്രഷ് വെച്ചിട്ട് നമ്മൾ മുടിക്കും താടിക്കും പിരികത്തിനൊക്കെ ആയിട്ട് ഹൈലൈറ്റ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ കളർ തന്നെ വെച്ചിട്ടാണ്, നമ്മൾ ആ സ്കിന്നിൻ്റെ ആ കളർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ വൈറ്റും അങ്ങനെ വളരെ ബ്രൈറ്റായിട്ടുള്ള കളർ സെലക്ട് ചെയ്യാതിരിക്കുക, അതാണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പോയിട്ട് നമ്മുടെ ഹൈലൈറ്റ്സിൻ്റെ ലെയർ സെലക്ട് ചെയ്യുന്നു. ഈ രീതിയിൽ നമ്മൾ നേരത്തെ ഹെയർ വരച്ച പോലെ തന്നെ ഓരോരോ ഹെയറുകളായിട്ട് ഇങ്ങനെ നമ്മൾ ഹൈലൈറ്റ്സ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ റെഫറൻസ് നോക്കുക, എവിടെയൊക്കെയാണ് ഹെയറിന് ഹൈലൈറ്റ്സ് വരുന്ന ഭാഗങ്ങളെന്ന് നോക്കുക, ആ ഭാഗത്തൊക്കെ കൊടുക്കുക. പിന്നെ റൂട്ടൊക്കെ വരുന്ന ഭാഗങ്ങളിലൊക്കെ കളർ കൊടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ താടീൻ്റെ ഭാഗങ്ങളിലൊക്കെ വളരെ ലൈറ്റായിട്ട് കണ്ടമാനം ഡാർക്കായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കരുത് നമ്മുടെ ആ ഹൈലൈറ്റ്സ്. വളരെ ലൈറ്റായിട്ട് കൊടുക്കുക. ഒബാസിറ്റി ഒക്കെ നിങ്ങൾക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ താടീൻ്റെ ഭാഗങ്ങളിലൊക്കെ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ മുടീൻ്റെ ഭാഗങ്ങളിലും ആ മുടീൻ്റെ റൂട്ട് വരുന്ന ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ കൊടുക്കുമ്പോൾ കുറച്ച് നല്ലൊരു എഫക്റ്റ് നമുക്ക് ലഭിക്കും. അങ്ങനെ മുടീൻ്റെ ഭാഗങ്ങളിലൊക്കെ കൊടുക്കുന്നു. അതേപോലെ തന്നെ പിരികത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ്സ് കൊടുക്കുക എന്നുള്ള ഉദ്യമം നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ അടുത്ത് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോയിൽ നമ്മൾ ടെക്സ്ചർ കൊടുക്കുന്നതിനെ കുറിച്ചായിരിക്കും പറയുന്നത്. അപ്പോൾ ആ വീഡിയോയും കൂടെ നിങ്ങൾ കാണുക. ഇത് നമ്മുടെ റിയലിസ്റ്റിക് പോർട്രേറ്റ് സീരീസിൻ്റെ ലാസ്റ്റ് പാർട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.